ബലഹീനമായ സാഹചര്യം എന്നതിനെ കുറ്റപ്പെടുത്തുന്നതല്ല. ആ ബലഹീനമായ സാഹചര്യത്തിൽ, ആ ബലം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ബലപ്പെടുത്തുന്നവനിലേക്ക് നോക്കി മുന്നോട്ട് പോയപ്പോൾ അവൾക്ക് കിട്ടിയ ആന്തരിക ബലത്തിൻ്റെ പേരാണ് സമാധാനം. ഒരു ഹല്ലേലൂയ പറ. ഈ സാധനം നമ്മൾ കണ്ടെത്തണം. പ്രതിസന്ധി വരില്ല എന്ന് കരുതരുത്, കഷ്ടത വരില്ല എന്ന് വിചാരിക്കരുത്. സുറിയാനിക്കാരൻ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് മതബഹായുടെ താഴെ നിന്നിട്ട് സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവത്തെ നോക്കി ഒരു പാട്ട് പാടും. വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അവൻ എന്താ പറയുക? വേണ്ട കഷ്ടത വീൺ ചിന്ത. വീൺ ചിന്ത എന്ന് പറഞ്ഞാൽ വീണവൻ്റെ ചിന്ത. എന്താണ്? കഷ്ടത വേണ്ട, ആ വീണ ചിന്ത, ആ വീണവൻ്റെ ചിന്ത ഞങ്ങൾക്ക് വേണ്ട. അത് ഞങ്ങളിൽ നിന്ന് നീക്കി കളയുക. കഷ്ടത വന്നാൽ കൈകാര്യം ചെയ്യാൻ ബലമുള്ളവൻ്റെ കൂടെയായി ബലിയർപ്പിക്കാൻ പോകുന്നത്. വേണ്ട കഷ്ടത വീൺ ചിന്ത മാറ്റുക. മറിയം പറഞ്ഞു, കഷ്ടത വേണ്ട എന്ന വീൺ ചിന്ത എനിക്ക് വേണ്ട, ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് നടന്നോളാം. ഈ കുഞ്ഞിനെയും കൊണ്ട് ഇതാ കുഞ്ഞിൻ്റെ പേരിൽ കുറേ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഈ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ല മറിയത്തിനും യൂസഫിനും. അപ്പോൾ യൂസഫും മറിയത്തും കൂടെ ഒരു രാത്രി തീരുമാനിച്ചു. യൂസഫ് മറിയത്തോട് പറഞ്ഞു, എടി കൊച്ചിനെയും കൊണ്ട് നമ്മൾക്ക് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ലല്ലോ, ഇനി വല്ല പീഡയായിരിക്കും, ബാലപീഡയോ എന്തെങ്കിലും ആയിരിക്കും, പള്ളി കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാലോ? അപ്പം മറിയം പറഞ്ഞു, അത് നല്ല കാര്യം, നമുക്ക് യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇതാ ഒരു ദിവസം രാവിലെ മറിയോ യോസെഫും കുഞ്ഞിനെ കുളിപ്പിച്ച് നല്ല ശുഭ്രവസ്ത്രങ്ങൾ കണിയിച്ച് പള്ളി കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചേക്കാം. ഇതാ പള്ളിയിലേക്ക് അവനെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു പുരോഹിതൻ ഓടി വന്നു, ഒരു വൃദ്ധൻ ഓടി വന്നു, ഒരു പ്രവാചകൻ. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്കൊരു കൊച്ചുണ്ടായെന്ന് കൂട്ടുക. ആ കൊച്ചുണ്ടായിട്ട് നിങ്ങൾ പള്ളിയിൽ കൊണ്ടുവന്നു, അതിന് രാത്രി കരച്ചിലാണ്, ആകെ ബഹളം അസ്വസ്ഥതയൊക്കെയാണ്. ഈ പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ കരയും. കാരണം എന്താണ്? അത് 8-10 മാസം അത് ഗർഭപാത്രത്തിൽ നല്ല സുഖമായിട്ട് ഞാൻ AC കിടക്കുന്ന പോലെയല്ലേ കിടക്കണേ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സ്വഭാവവും കാലാവസ്ഥയും എല്ലാം കണ്ടാൽ തന്നെ ഒന്ന് ഒളിക്കും, അത് കരയൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് വീടൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്താണേലും കൊച്ചിനെ പള്ളിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു അച്ഛനാണ്, അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ആ പള്ളിയിൽ റജി അച്ഛനുണ്ട്, ഒന്നുകൊണ്ട് പ്രാർത്ഥിച്ചേക്കാം. ഞാൻ എന്ത് പറയണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? നിങ്ങൾക്കൊരു കൊച്ചുണ്ടായി, നിങ്ങളതിനെ പ്രാർത്ഥിക്കാൻ ഇവിടെ തിരുമേനിയുടെ അടുത്തോ അച്ഛന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. ഈ അച്ഛന്മാർ പ്രാർത്ഥിച്ചിട്ട് എന്ത് പറയണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഈ കൊച്ച് ഞങ്ങൾക്കൊരു പാരയായിരിക്കും, അങ്ങനെ പറയണമെന്നാണോ? ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. അച്ഛൻ ആ കൊച്ചിനെ ഒന്ന് അനുഗ്രഹിച്ച്, ഇതൊരു അഭിഷേകമുള്ള കുഞ്ഞാണ്, ഇവൻ പഠിച്ച് ചിലപ്പോൾ കളക്ടറാകും, അങ്ങനെ ദർശനം കൂടെ കിട്ടിയാൽ നമ്മൾ അച്ഛനെ എന്നാ തിരുമുൽ കാഴ്ച വെക്കണേന്ന് കൂടെ പറയാൻ മേല അല്ലേ? ഈ കൊച്ച് നമുക്കൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. പകരം ഏതെങ്കിലും ഒരു അച്ഛൻ പറയുകയാണ്, ഈ കൊച്ചിനെ നോക്കിയിട്ട്, നിൻ്റെ കണ്ണത്ര നല്ലതല്ലല്ലോ, നിൻ്റെ ലക്ഷണം കണ്ടിട്ട് 20 സാധനം എന്നാ തോന്നണേ, നമുക്ക് ഇഷ്ടപ്പെടുവോ? ഏതോ മെനകെട്ട അച്ഛനായി ഇപ്പോൾ തൂത്തുട്ടി പള്ളിയിൽ വന്നേക്കണേ, വേറെ പള്ളിയുണ്ടോ നോക്കാൻ പറയും. യോസേഫും മറിയം കൂടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവപുരുഷൻ എന്ന ഇസ്രായേൽ മുഴുവൻ വാഴ്ത്തുന്ന വൃദ്ധനായ ശമവോൻ ഓടി വന്ന കുഞ്ഞിനെ മറിയത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അതിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി, ആകാശത്തിലേക്ക് നോക്കി, വീണ്ടും മുഖത്തേക്ക് നോക്കി, വീണ്ടും ആകാശത്തിലേക്ക് നോക്കി, കരഞ്ഞുകൊണ്ട് അവൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. എൻ്റെ ഗുരു, എൻ്റെ നാഥ, ഞാനിത് കാണാൻ ഇടവന്നല്ലോ, എന്നോട് കരുണ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മറിയത്തിൻ്റെ നേരെ നോക്കി ചങ്കിനകത്തേക്ക് വാള് കയറുന്നത് പോലെ ശമവോൻ എന്ന് പറയുന്ന വൃദ്ധൻ വിളിച്ചു പറഞ്ഞു, ഈ കുഞ്ഞ് നിന്റെ ചങ്കിനകത്ത് വാള് കയറ്റുന്നവനാണ്, ഇത് നിന്റെ കുടുംബത്തിനകത്ത് നെഞ്ചു തുളയ്ക്കുന്നവനാണ്. നല്ല ആശീർവാദമല്ലേ കിട്ടിയ? മറിയം ഹൃദയത്തിൽ പറഞ്ഞേ എന്ത് ചെയ്തു? മറിയം നാട്ടുകാരോട് പോയി പറഞ്ഞില്ല. ആ വല്യച്ഛൻ ചെവിയും കേൾക്കല, കണ്ണും കാണിയല്ല, പ്രാഗി വിട്ടു ഞങ്ങളെ, അങ്ങനെയല്ല പറഞ്ഞത്. പുരോഹിതൻ പറഞ്ഞ വചനത്തിൻ്റെ ഉള്ളിലുള്ള ദൈവശക്തിയെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആട്ടെ, എന്തിനാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. എന്തിനാണ്? ഹൃദയത്തിൽ നിറയുമ്പോൾ ഏതിലെ പുറത്തു വരും? പറ. അതരത്തിലൂടെ പുറത്തു വരും. ഹൃദയത്തിൽ സംഗ്രഹിച്ചത് ആരാധനയാക്കി കാഴ്ചവെച്ചു. മറിയത്തിൻ്റെ സ്തോത്രഗീതങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്ന് എടുത്തു വന്നതാണ്. എൻ്റെ ചിത്തം എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കുന്നു. ഹൃദയത്തിൽ കയറിയതെല്ലാം ആരാധനയെ കാഴ്ചവെച്ചു. അടുത്തത് പള്ളിയിലച്ഛന് കൊച്ചിനെ കുറിച്ചുള്ള സാക്ഷി ഇതാണ്. ഏതമ്മയ്ക്ക് സമാധാനം ഉണ്ടാവും? നിങ്ങളുടെ പള്ളിയിലച്ഛൻ നിങ്ങളുടെ കൊച്ചുകളെക്കുറിച്ചോ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചോ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുമോ? മറിയം പറഞ്ഞു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അടുത്തത് മറിയം നടന്നു പോകുമ്പോൾ, കാലം കുറെ കഴിഞ്ഞു, മറിയം ഒരു കേൾവി കേൾക്കുകയാണ്. അയൽവക്കത്തെ സ്ത്രീകൾ ഇങ്ങനെ വാ അടച്ചു പിടിച്ച് മറിയം കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കേൾക്കാതെ പറഞ്ഞു, എടി അറിഞ്ഞോ?
അവൾ പറഞ്ഞില്ല അത്യുന്നതൻ്റെ പുത്രനെ അവൾ പ്രസവിച്ചെന്ന്. എന്നാൽ ഇന്നലെ പള്ളി കൽപ്പന വായിച്ച് എന്താ വായിച്ചെന്നറിയോ? അവൻ ഇനി ദൈവാലയത്തിൽ വന്നാൽ കയറ്റരുത്, കണ്ട കല്ലെറിയണം. കാരണം എന്തെന്നറിയോ? അവൻ ഈ അടയാളങ്ങളെ കാണിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു വലിയ അത്ഭുത മനുഷ്യനാണെന്ന്. നമ്മുടെ പള്ളിയിൽ അച്ഛൻ കൽപ്പന വായിച്ചപ്പോഴല്ലേ മനസ്സിലായത് അവൻ പിശാച് ബാധിതനാണ്. വെറും പിശാചാണോ? പിശാചുക്കളുടെ തലവനായ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂബാണ് ചെറുക്കനെ ബാധിച്ചിരിക്കുന്നത്. ആ മറിയം പ്രസവിച്ച ചെറുക്കൻ പിശാച് ബാധിതനാണ്. പള്ളിയിലെ പ്രധാനപ്പെട്ട ആചാര്യന്മാർ മുഴുവൻ മുടക്ക് കൽപ്പന അയച്ചിട്ടുണ്ട്. നല്ല സമാധാനമല്ലേ ഉണ്ടാവുക? നമ്മളെക്കുറിച്ചുള്ള സാക്ഷി ഇങ്ങനെയാണ്. പക്ഷെ മറിയം കൃപയുള്ളത് കൊണ്ട് സമാധാനത്തിനൊന്നും പറ്റിയില്ല. അടുത്തത്, മറിയം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നത് പിന്നെ മറിയം മരിച്ചിട്ട് മതിയായിരുന്നില്ല യേശുവിൻ്റെ പീഡാസഹനം വരണം. അല്ല, മറിയം ജീവിച്ചിരിക്കുമ്പോൾ, തളർന്നു കിടക്കുമ്പോഴല്ല, ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, മുഴുവൻ ബോധ്യമുള്ളപ്പോൾ, പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അവനെ വിധിച്ച് കാൽവറി കുന്നിലേക്ക് കൊണ്ടുവരുന്നത് മറിയത്തിൻ്റെ മുമ്പിലൂടെയാണ്. ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, എന്തിനാണ് മറിയത്തിൻ്റെ മുമ്പിലൂടെ കൊണ്ടുവന്നത്? മറിയത്തിൻ്റെ അന്നേരം ഇതൊന്നും കാണാണ്ട് വേറെ എവിടെയെങ്കിലും ദൈവത്തിന് നിർത്തിയാൽ പോരായിരുന്നു. പെറ്റമ്മയുടെ മുമ്പിലൂടെ ഈ മകനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ അവൾ ബോധം കെട്ട് വീഴുകയല്ല, പകരം കുറുപ്രാവ് കുറുകുന്നത് പോലെ അവൾ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകനെ, എൻ്റെ വാത്സല്യവാനെ, നിനക്കിന്ന് എന്ത് പറ്റി? ഇവർ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പെറ്റമ്മയുടെ ഒരു രോദനം. നിങ്ങളുടെ മക്കളെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ, ചെയ്ത കുറ്റത്തിൻ്റെ പേരിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് വീട് ചവിട്ടിപ്പൊളിച്ച് വലിച്ചിറക്കി കൊണ്ടുവന്നാൽ പെറ്റമ്മ എന്നാ ചെയ്യും? ഇപ്പോൾ ക്രിസ്തുവിനെ കൊണ്ടുപോകുന്ന പീഡാ കാഴ്ച ധ്യാനിക്കാൻ പോലും പറ്റാത്തത്ര ഭീകരമായ രീതിയിലാണ്. അവൻ്റെ ശരീരത്തിലേക്ക് മറിയം നോക്കുമ്പോൾ, താൻ ഓമനിച്ച് സ്നേഹിച്ച് പാലൂട്ടി വളർത്തിയ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ പുറകുവശം നോക്കുമ്പോൾ ഉഴവുചാല് പോലെ കീറിയിരിക്കുകയാണ്, ചാട്ടവാറുകൊണ്ട് കീറിപ്പൊളിഞ്ഞിരിക്കുകയാണ്. അവന് ചുമക്കാൻ പോലും കഴിയാത്ത വിധം ഭാരമേറിയ മരക്കഷ്ണങ്ങളാണ് തോളത്തിരിക്കുന്നത്. അടുത്തത്, അവൻ്റെ വീഴ്ച മുഴുവൻ മറിയത്തിൻ്റെ മുമ്പിലാണ്. എങ്ങനെ വീഴുന്നത്? ആ ഭാഗം ഒന്ന് വർണ്ണിച്ചു നോക്കണം. അവൻ പോകുമ്പോൾ മരക്കഷ്ണം അവൻ്റെ തോളത്തേക്ക് എടുത്തു വെച്ചിട്ട് ആ മരക്കഷ്ണങ്ങൾ വീണു പോകാതിരിക്കാൻ കൈകൾ മരക്കഷ്ണത്തിൽ കെട്ടിവെക്കും. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഇങ്ങനത്തെ കുരിശല്ല യേശു ചുമക്കുക. വലിയൊരു മരക്കഷ്ണം, ഇങ്ങനെ കുറുകെയുള്ള മരക്കഷ്ണമാണ്. മറ്റതവിടെ നാട്ടി വെക്കുമെന്നാണ് ചരിത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ളത്. അങ്ങനെ ഭീകരമായ ഒരു മരക്കഷ്ണം ഇങ്ങനെ കയ്യെ കെട്ടി ചുമന്നുകൊണ്ട് പോകും. എന്നിട്ട് പുറകിൽ നിന്ന് ഇവർ തല്ലും. അങ്ങനെ തല്ലിക്കൊണ്ട് പോകുമ്പോൾ ഇടയ്ക്ക് വീഴുമ്പോൾ എങ്ങനെ വീഴുക? പറഞ്ഞേ. മറിയത്തിൻ്റെ മുമ്പിലാണ് വീഴണമെന്ന് മനസ്സിലാക്കണം. കയ്യൊന്നും കുത്താൻ പറ്റില്ല, മൂക്കും കുത്തിയ വീഴുക, മുഖം തല്ലിയ വീഴുക. അങ്ങനെ വീണിട്ട് എഴുന്നേക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ വീണാലും കൈകുത്തി വേണം എഴുന്നേക്കാൻ. യേശു എങ്ങനെ എഴുന്നേക്കും? ഇതാരാ കണ്ടോണ്ടിരിക്കണേ? കണ്ടോ? പ്രിയപ്പെട്ടവൻ മുഖം തല്ലി വീഴുമ്പോൾ അടുത്തേക്ക് ചെല്ലാൻ പോലും പറ്റുന്നില്ല. തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് ജീവിച്ച സ്ത്രീയോടാണ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ നിനക്ക് എന്ന് പറഞ്ഞേ. അതിൻ്റെ അർത്ഥം എന്താ? ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലതകളും പ്രതിസന്ധികളും വന്നാലും ദൈവകൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ ഇതിനെല്ലാം ദൈവം ഒരു ശക്തി തരും. അവസാനം ഇതാ ഓമനപുത്രൻ മരിക്കുകയാണ്. മകൻ്റെ മരണം അമ്മ നേരിട്ട് കണ്ടു. വെറും മരണമല്ല, ഒരു അറ്റാക്കൊന്നും മരിക്കുകയല്ല, ഇഞ്ചിഞ്ചായി മരിക്കുകയാണ്. അങ്ങനെ മരിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൻ മരിച്ചു പോയല്ലോ എന്ന വിലാപ ദുഃഖത്തിൽ മറിയം കഴിഞ്ഞില്ല. ഞാൻ ഓർക്കണ്ട, ഒരിക്കൽ മർക്കോസ് കുറിലോസ് തിരുമേനിയുടെ കൂടെ ഒരു വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിലെ സ്ത്രീയെ തിരുമേനിന്ന് അച്ഛനെന്ന് പരിചയപ്പെടുത്തി. ഭർത്താവ് മരിച്ചേ പിന്നെ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. വേർപാടിൻ്റെ ദുഃഖം സഹിക്കാൻ മേല. നമ്മുടെ ഈ കുര്യനച്ഛനെല്ലാം കൂടി ഈ കേരളത്തിന് പുറത്തൊരു വീട്ടിൽ ചെന്നു പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പം ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. അവർ പള്ളിയിൽ പോവുകയില്ല, ആളുകളോട് മിണ്ടിയല്ല, ഒരൊറ്റക്കാരനുള്ളൂ. പ്രിയപ്പെട്ട മകൻ ഒരു അപകടത്തിൽ മരിച്ചു. ആ ദുഃഖം താങ്ങാൻ കഴിയാതെ സകലതും അടച്ച് ഒതുങ്ങിക്കൂടി നിരാശയിൽ കിടക്കുകയാണ്. ഇത് മനുഷ്യനിൽ വന്നു കിടന്നൊരു വികാരമാണ്. അച്ഛനൊക്കെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മാവിന് കിട്ടിയപ്പം അവർക്ക് ദൈവചൈതന്യം കിട്ടി. ഒരു പുറത്തേക്ക് ഇറങ്ങി. മറിയത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം,
ദൈവത്തിൻ്റെ പദ്ധതി തൻ്റെ ജീവിതത്തിൽ ഒരു സഹനവുമായി കടന്നു വന്നപ്പോൾ ആ സഹനത്തെ ദൈവം അയച്ചെന്ന കൃപയിലൂടെ സ്വീകരിച്ചു. എന്നിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, സഹ്യോൻ മാളിക ചെന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞു. സ്ത്രീകന്മാരിൽ ആത്മാവ് അഭിഷേകമായി ഇറങ്ങാൻ കാരണമായി. ഇങ്ങനെ ഒരു സ്ത്രീയാണ് എവിടെ വേണ്ടത്? പുതിയ നിയമത്തിൻ്റെ വീട്ടിൽ വേണ്ടത്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഹൗവ ചെയ്തതുപോലെ ലോകത്തിൻ്റെ അറിവ് കേട്ടിട്ട് പാപത്തിൻ്റെ വൃക്ഷഫലം പറിച്ചു നിന്ന് സകല കൃപകളും കളയുന്ന ഒരു ഭാര്യയെ പുതിയ നിയമ കുടുംബത്തിൽ പരിചയപ്പെടുത്തുന്നില്ല. പകരം ആ വീട്ടിൽ വേണ്ടത്, ഏതെല്ലാം പ്രയാസവും പ്രതിസന്ധിയും വന്നാലും ദൈവത്തിൽ മുറുകെ പിടിക്കുന്ന ബലമുള്ള ഒരു സ്ത്രീ. അതുകൊണ്ട് ഈ ദമ്പതി ധ്യാനം കുടുംബം സ്ത്രീകൾക്ക് ശക്തമായ ഒരു മാധ്യസ്ഥം പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ സുറിയാനി സഭ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. മധ്യസ്ഥ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് കാഴ്ചവെക്കുമ്പം ഞങ്ങളുടെ സ്ത്രീകൾക്ക് സഹിഷ്ണുത നൽകണമേ. ചില സഹിഷ്ണുതകൾ, അമ്മയ്ക്ക് കിട്ടിയ സാധനം കിട്ടണമേ. ഇപ്പോൾ ഇരിക്കുന്ന ഓരോ ഭാര്യയും തിരിച്ചറിയുക, പുതിയ നിയമ വീട് പണിയുന്നത് എങ്ങനെയെന്നറിയോ? കൃപയുള്ളൊരു ഭാര്യയിലാണ്. ഇനി നിങ്ങൾ പറഞ്ഞേ, മറിയത്തിൻ്റെ ചുറ്റുപാടുകൾ മറിയത്തിന് അനുകൂലമോ പ്രതികൂലമോ? പ്രതികൂലമാണ്. എല്ലാ തലങ്ങളിലും പ്രതികൂലമാണ്. ഭർത്താവിൻ്റെ സൈഡിൽ നിന്ന് സംശയം, മകൻ്റെ സൈഡിൽ നിന്ന് തള്ളിപ്പറച്ചൽ, അല്ലേ? കൊച്ചിനെ ദേവാലയത്തിൽ പെരുന്നാളിന് കൊണ്ടുപോയതാ, തിരിച്ചു വന്നപ്പോൾ കാണുന്നില്ല കൊച്ചിനെ. അന്വേഷിച്ച് ചെന്നു, അപ്പോൾ അതേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഓടിച്ചെന്നു, എവിടെ പോയി കിടക്കുമായിരുന്നു? കണ്ടില്ലല്ലോ, ഞങ്ങൾ എത്ര ദിവസം അന്വേഷിച്ച് കിടക്കുന്നു. എടുത്ത വാക്കിനൊരു മറുപടി, നിങ്ങൾ എൻ്റെ ആരാ? ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലാണ് താമസിക്കേണ്ടത്, നിങ്ങൾ പൊക്കോ. മക്കളുടെ സൈഡും അനുകൂലമല്ല, ഭർത്താവിൻ്റെ സൈഡ് അനുകൂലമല്ല, അയൽവക്കക്കാരുടെ സൈഡ് അനുകൂലമല്ല, ജീവിത സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. സകലതും പ്രതികൂലമാണെങ്കിലും അവൾക്കൊരു കാര്യം ഉറപ്പുണ്ട്. ആരനുകൂലമാണ്? പറഞ്ഞേ, എൻ്റെ ദൈവം എനിക്ക് അനുകൂലം. എന്തെന്നാൽ എന്നിൽ അവൻ അനുകൂലപ്പെടാൻ കഴിയാത്തതൊന്നുമില്ല. ദൈവം അനുകൂലപ്പെടാൻ കഴിയാത്തതൊന്നുമില്ല എന്ന തിരിച്ചറിവിൽ പ്രതികൂലതകളെ അവൾ കൈകാര്യം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ത്രീ ജീവിച്ച വീടിനെ നോക്കിയിട്ട് ഇന്ന് 2000 വർഷം കഴിഞ്ഞിട്ടും പുതിയ ലോകം വിളിച്ചു പറഞ്ഞു, അവളുള്ള വീട് മാതൃകാ വീടാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ണടയ്ക്കുക, എന്നിട്ട് സ്വയം പ്രാർത്ഥിക്കുക. എനിക്ക് ചുറ്റും കിടക്കുന്ന പ്രതികൂലതകളെ ഞാൻ കാണുന്നു. പ്രതികൂലതകളെ കാണുക. കുറ്റപ്പെടുത്തുന്നവർ, പരിഹസിക്കുന്നവർ, സംശയിക്കുന്നവർ, തെറ്റിദ്ധരിക്കുന്നവർ, നഷ്ടപ്പെടുത്തുന്നവർ, എന്തെല്ലാം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ചുറ്റുമുണ്ടായി. പക്ഷേ കർത്താവിൻ്റെ കൃപ സമൃദ്ധമായി ഒഴുകിയപ്പോൾ പരിശുദ്ധ അമ്മ ശാന്തതയോടെ സമാധാനത്തോടെ ആ കുടുംബത്തെ കൈകാര്യം ചെയ്തു. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ അമ്മേ, അമ്മയിൽ നിറഞ്ഞ അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുകാൻ ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സംശയിക്കുന്നൊരു കുടുംബത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ സംശയിക്കുന്ന ഭർത്താവിന് ദൈവിക വെളിപ്പെടുത്തൽ കിട്ടാൻ എൻ്റെ ഈ കണ്ണീര് ഒരു കാരണമാകണമേ. കുറ്റപ്പെടുത്തുകയും പരിഹസിക്കപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ജീവിതത്തിലാണെങ്കിൽ എനിക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ കവാടങ്ങളെ കാണാൻ എനിക്കൊരഭിഷേകം നൽകണമേ. അയൽവക്കക്കാരും കുടുംബക്കാരും പ്രിയപ്പെട്ടവരും കുറ്റപ്പെടുത്തി പരിഹസിച്ചപ്പോൾ വാത്സല്യത്തോടെ നോക്കിയ പരിശുദ്ധ അമ്മയെപ്പോലെ വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ നോക്കാൻ ഒരഭിഷേകം നൽകണമേ. എൻ്റെ ഉള്ളിൽ അങ്ങ് വിതയ്ക്കുന്ന സമാധാനം ഉണ്ടാകണമേ. ഇനി ഏതെങ്കിലും ഭാര്യമാരുടെ ഉള്ളിൽ ദൈവം തന്ന പങ്കാളിയോട് വെറുപ്പോ വിദ്വേഷമോ കിടക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കാലിൽ തൊട്ടുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. അകാരണമായി കുറ്റപ്പെടുത്തിയതിൻ്റെ വേദന മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അപ്പനെ വിളിച്ചു, അമ്മയെ വിളിച്ചു, നിങ്ങൾ ചെയ്യാത്തതിൻ്റെ പേരിൽ നിങ്ങളെ പീഡിപ്പിച്ചു, വേദനിപ്പിച്ചു. നിങ്ങളെക്കൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അത് മനുഷ്യന് കഴിയുന്ന കാര്യമല്ല. എന്നാൽ ദൈവാത്മാവ് വന്നാൽ ആ മേഖലയിൽ സൗഖ്യം കിട്ടും. ആ അനുഭവങ്ങളിലെല്ലാം ദൈവാത്മാവ് വരാൻ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചേ.
എനിക്ക് ഈ മേഖലയിൽ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. അമ്മേ മാതാവേ, എന്നെ ഒന്ന് സഹായിക്കണമേ. എൻ്റെ എളിമയുള്ള ജീവിതം കൊണ്ട് എൻ്റെ പങ്കാളിയിൽ അഭിഷേകം നടക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ബലഹീന പുരോഹിതനായ അടിയൻ അങ്ങയുടെ തിരുമുമ്പാകെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ഓർത്ത് കാഴ്ചവെക്കുന്നു. ചില മേഖലകളിൽ ഇപ്പോഴും സൗഖ്യം കിട്ടാത്ത ചില സഹോദരിമാർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ നിറഞ്ഞ കണ്ണും നുറുങ്ങിയ ഹൃദയവും പരിശുദ്ധ അമ്മയിലൂടെ അങ്ങയുടെ തിരുമുമ്പാകെ കാഴ്ചവെക്കുന്നു. അവരുടെ കുടുംബങ്ങളിൽ അവരെ പൊള്ളിക്കുന്ന അനുഭവങ്ങളുണ്ട്. അവരുടെ വീടിനകത്ത് അവരെ മുറിവേൽപ്പിക്കുന്ന മുള്ളുകളുണ്ട്. ആ മുള്ളുകളെയും പൊള്ളിക്കുന്ന തീയെയും ശാന്തമാക്കാൻ, സമാധാനത്തോടെ അതിനെ കൈകാര്യം ചെയ്യാൻ ആണിപ്പാടുള്ള നിൻ്റെ കൈകൊണ്ടവരെ തൊടണമേ. പരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ അമ്മ അനുഭവിച്ച ആ സ്നേഹത്തിൻ്റെ ശീതളത, ആ ശാന്തത, ആ നിർമ്മലത ഈ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഉള്ളിലേക്ക് ഒഴുക്കി ഇറക്കണമേ. ക്ഷമയുടെ സഹനത്തിൻ്റെ അഭിഷേകം ചൊരിയണമേ. ആരുടെ ഉള്ളിൽ തന്നെ വഞ്ചിച്ച ഭർത്താവിനോടുള്ള വെറുപ്പ് വിട്ടുപോകാതെ കിടക്കുന്ന പോലെ, എന്നെ ചതിച്ചു, എന്നെ വഞ്ചിച്ചു, അങ്ങനെ ഏതെങ്കിലും ഭാര്യമാരുണ്ടെങ്കിൽ ഇതാ ദൈവാത്മാവ് സംസാരിക്കുന്നു. എളിമയോടെ ക്ഷമിക്കുക. ദൈവത്തിൻ്റെ പദ്ധതി വലുതാണ്. ദൈവം നിന്നെ തലയായി ഉയർത്തും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. കാരുണ്യവാനായ കർത്താവേ, ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കൃപയുള്ള ഒരു ഭാര്യയാണ് ആവശ്യം. ഭാര്യ മാത്രം പോരല്ലോ, ഇനി ആര് വേണം? ഒരു ഭർത്താവ് വേണം. എങ്ങനെയാണ് ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നത്? ശ്രദ്ധിക്കുക. ഭാര്യയെ ഇങ്ങനെ കൃപയുള്ള രീതിയിൽ തിരഞ്ഞെടുത്തു. ഇനി ഭർത്താവിൻ്റെ പ്രത്യേകത തിരഞ്ഞെടുക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 18 മുതലുള്ള തിരുവചനത്തിലാണ് ആ ഇൻ്റർവ്യൂ നടക്കുന്നത്. നമുക്കറിയാം, മറിയം ഒരു നേർച്ചപുത്രിയായിരുന്നു. അവളുടെ അപ്പനമ്മമാർ ഹന്ന, യൂയാക്കി മക്കളില്ലായിരുന്നു. ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു കൊച്ചിനെ തരികയാണ് ദൈവസന്നിധിയിൽ കാഴ്ചവെച്ചേക്കാമെന്ന് പ്രാർത്ഥിച്ചാണ് ഉണ്ടായതെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. സാധാരണ പൂർവിക പിതാക്കന്മാരെല്ലാം അങ്ങനെ വഴിപാട് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആമ്പിള്ളേരാണ് ഉണ്ടായിട്ടുള്ളതൊക്കെ. എന്നാൽ ഇവിടെ പെങ്കൊച്ചായിപ്പോയി. ആണായാലും പെണ്ണായാലും ദൈവത്തിനുള്ളതായതുകൊണ്ട് ദൈവസന്നിധി കൊണ്ട് കൊടുത്തു. സാധാരണ ഇങ്ങനെയുള്ള വ്രതക്കാരായ മക്കളുണ്ടെങ്കിൽ അവരുടെ നേർച്ചാകാലം കഴിയുമ്പോൾ അവരെ സ്വന്തം വീട്ടിലേക്കാണ് വിടുന്നത്. പക്ഷെ മറിയത്തിന് 10-12 വയസ്സായപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വിടാൻ പറ്റില്ല. കാരണം സ്വന്തം വീട്ടിൽ അപ്പനും അമ്മയും വാർദ്ധക്യത്തിൽ ഉണ്ടായ കുഞ്ഞായതുകൊണ്ട് മറിയത്തിന് 12 വയസ്സായപ്പോഴേക്കും അപ്പനും അമ്മയും മരിച്ചുപോയി. ഇവളുടെ കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം തട്ടാതെ ഇതിനെ കൊണ്ടു നടക്കണം. അപ്പോൾ ആരെ ഏൽപ്പിക്കുമെന്നിങ്ങനെ വിഷമിച്ചു. അപ്പോഴാണ് അനൗൺസ്മെൻറ്റ് നടത്തിയത്, ഇവളുടെ കന്യാവ്രത മുദ്രയ്ക്ക് അല്ലെങ്കിൽ ഇവൾക്ക് ഭംഗം തട്ടാതെ കൊണ്ടു നടക്കണം. അപ്പോൾ വിഭാര്യന്മാരായ വൃദ്ധന്മാരെ വിളിച്ചു. ഞാനൊരു പുസ്തകത്തിൽ അതിങ്ങനെയാണ് വായിച്ചത്. അതിൻ്റെ ആധികാരികതയൊന്നും എനിക്കത്ര അറിയത്തില്ല. എങ്കിലും ഇങ്ങനെയാണ്: അന്ന് യഹൂദ സമുദായത്തിൽ രാജകൊട്ടാരങ്ങളിൽ കന്യകമാർ വാഴുമായിരുന്നു. കന്യകമാരെ സൂക്ഷിക്കുമായിരുന്നു. കാരണം മസിഹ ഒരു കന്യകയിലൂടെ കടന്നു വരുമെന്ന് ഇവർ വിശ്വസിച്ചുകൊണ്ട് ഒരു കന്യകയെ സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ സാധാരണക്കാരായ സ്ത്രീകൾ കന്യകമാരെ ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് അവരെ ആരെങ്കിലുമൊക്കെ കല്യാണം കഴിക്കും. 2-3 കല്യാണം നടക്കുന്ന സമയമാണ്, ബഹുഭാര്യത്വമുള്ള സമയമാണ്. കന്യകമാരെ നിൽക്കാൻ സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ പുരോഹിതന്മാർ തീരുമാനിച്ചു, ഇവളുടെ കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം തട്ടാൻ പാടില്ല. പക്ഷെ കന്യകയായി നിന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ സമൂഹത്തിൻ്റെ ചില പ്രതിസന്ധികൾ കാരണം കഴിഞ്ഞില്ലെങ്കിലോ. അതുകൊണ്ട് വിഭാര്യന്മാരായ വൃദ്ധന്മാരെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അവർ കല്യാണം കഴിച്ച ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? അവർ വൃദ്ധരായതുകൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പം മരിച്ചു പോകും. അപ്പോൾ ഈ സ്ത്രീ എന്താവും? വിധവയാകും. കന്യക എന്നുള്ളത് മാറി വിധവയ്ക്ക് ജീവിക്കാം. അങ്ങനെ വൃദ്ധരെ തിരഞ്ഞെടുത്തു. കുറേ വൃദ്ധർ വന്നു. അപ്പം പുരോഹിതന്മാർ പ്രാർത്ഥിച്ചതിൽ ഏത് വൃദ്ധനെ തിരഞ്ഞെടുക്കും? അപ്പോഴാണ് അവരുടെ കയ്യിലൊക്കെ വടിയുണ്ട്.
ഇസ്രായേലിൻ്റെ അടയാളത്തിൻ്റെ വടി, ആട് മേയ്ക്കുന്നവർ അതും ഇതൊക്കെ ആയിട്ട്. അവരുടെ വടിയെടുത്ത് വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു. യോസേഫിൻ്റെ വടി തളിർത്തു. യോസേഫിൻ്റെ വടി തളിർത്തു. അപ്പോൾ യോസേഫിനെ സെലക്ട് ചെയ്തു. യോസേഫിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇവളുടെ കന്യാവ്രത മുദ്രയ്ക്ക് പങ്കം തട്ടാൻ പാടില്ല, ഇവൾ പ്രസവിക്കാൻ വേണ്ടിയുള്ളവളല്ല, ഇവൾ ദൈവത്തിന് കാഴ്ചവെച്ച കുഞ്ഞാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് യോസേഫിനെ ബോധ്യപ്പെടുത്തി. ഇനി അവർ കൂടി വന്നിട്ടുമില്ല. അങ്ങനെ യോസേഫിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഇതാ നാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഇവളുടെ കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം തട്ടാതെ ഇവളെ കൊണ്ടു നടക്കാമെന്ന് ഉപാധികൾ ഉടമ്പടി ചെയ്തിട്ടാണ് യോസേഫ് ജീവിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതാ യോസേഫ് ഒരു വാർത്ത അറിഞ്ഞു, മറിയം ഗർഭിണിയാണ്. അയാളുടെ മുഴുവൻ ഉറക്കവും നഷ്ടപ്പെട്ടു. ഇനി ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർ ധ്യാനിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളി എടറിപ്പോയി എന്നറിഞ്ഞാൽ എന്ത് മാനസികാവസ്ഥയായിരിക്കും ഉണ്ടാവുക? നമ്മളെക്കാൾ ഒത്തിരി ബെസ്റ്റാണ് ഈ യോസേഫ്. അയാൾ സ്വപ്നമെങ്കിലും കണ്ടു. എപ്പോഴാണ് സ്വപ്നം കാണുക? ഉറങ്ങുമ്പോൾ അല്ലേ? രാത്രി എപ്പോൾ ഉറങ്ങിയാലും ചിലപ്പോൾ സ്വപ്നം കാണും. നമുക്ക് പിന്നെ സ്വപ്നം കാണാൻ പറ്റുമോ? ഉറക്കമേ പോവും. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇതിനെ എങ്ങനെ കഴുത്ത് കണ്ടിക്കാന്നുള്ള ചിന്തയെ നമുക്കുള്ളൂ. ചവിട്ടി കൂട്ടി എവിടെയെങ്കിലും നാക്കി വെക്കണം, അത്രയ്ക്ക് ഭ്രാന്തായിരിക്കും. പക്ഷേ യോസേഫ് സ്വപ്നം കാണാൻ ഇട വന്നു. യോസേഫ് ഉറക്കത്തിലാണോ സ്വപ്നം കണ്ടതെന്ന് നമുക്കറിയാൻ മേല. എന്താണേലും യോസേഫിൻ്റെ ഒരു പ്രത്യേകത ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. എവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെ നന്നായി ശ്രദ്ധിക്കുക. ഭർത്താക്കന്മാരുടെ പ്രത്യേകത, ദൈവം തിരഞ്ഞെടുത്ത ഒരു കുടുംബത്തിൻ്റെ ഭർത്താവിൻ്റെ പ്രത്യേകത. അതിൻ്റെ 18 തിരുവചനം. അവൻ്റെ മാതാവായ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതെ. 2 പ്രത്യേക യോഗ്യതകളാണ് ഒരു ഭർത്താവിന് പറയുന്നത്. നിങ്ങൾ ഈ ദമ്പതി ധ്യാനത്തിനിരുന്നിട്ട് യേശുവിൻ്റെ കുടുംബം ധ്യാനിക്കുമ്പം പുരുഷൻ ഈ 2 യോഗ്യതകളെയും പ്രാപിച്ചുകൊണ്ട് പുതിയ കുടുംബം ആരംഭിക്കണം. ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചു അതിവിടെ ഘടകമല്ല. ദൈവം സ്ഥാപിച്ചു തന്ന കുടുംബം പിശാചിൻ്റെ വചനം കയറി പൊളിഞ്ഞു, സാരമില്ല. പുതിയ കുടുംബം പണിയുമ്പം ആ കുടുംബനാഥന് ദൈവം അവൻ്റെ പോക്കറ്റിൽ എത്ര കറൻസി നോട്ടുണ്ട്, അവൻ്റെ നെഞ്ചിന് എന്തോരം വിരിവുണ്ട്, അവൻ്റെ വയറിൽ എത്ര മടക്കുണ്ട്, ഇതൊന്നുമല്ല ദൈവം ആലോചിക്കുന്നത്. അവനിൽ ഈ 2 ഗുണങ്ങൾ വേണം. എന്തൊക്കെയാണെന്നറിയോ? 1, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാൽ. എന്തുവാ? ഒന്നുറക്കെ പറഞ്ഞേ. നീതിമാൻ. നീതിമാൻ്റെ അടുത്ത പ്രത്യേകതയും കൂടെ പറയുന്നുണ്ട്. വെറും നീതിമാനല്ല. നമ്മൾ പറയുന്ന നീതിമാൻ എങ്ങനെയാണ്? ഒന്ന് വെച്ചാൽ ഒന്നങ്ങട്, ആ നീതിയല്ല. യോസേഫിൻ്റെ നീതിയുടെ പ്രത്യേകത അടുത്തതാണ്. എന്തെന്നറിയോ? അവളെ അപമാനിതയാക്കാൻ ആഗ്രഹിക്കാത്ത നീതിമാൻ. ഇതൊരു വലിയ പ്രത്യേകതയാണ്. ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരുടെ ചങ്കിലേക്ക് അച്ഛൻ പ്രസംഗിക്കുന്നത് ഇതാ. കല്യാണം കഴിച്ചാൽ, കുടുംബജീവിതം നയിച്ചാൽ, ആണായി പിറന്നവനാണെങ്കിൽ, യേശുക്രിസ്തുവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മിനിമം ഇത്രയൊരു ബോധം വേണം: നിന്റെ ഭാര്യയും മക്കളും നീ കാരണം അപമാനിക്കപ്പെടരുത്. നിന്റെ കുടുംബത്തിന് നാണക്കേട് നീ ഉണ്ടാക്കരുതെന്ന്. എന്തൊക്കെ കാണിച്ച് ചില ആളുകളുണ്ട്, കള്ളു കുടിച്ച് തെരുവി കിടക്കും. മക്കളും ഭാര്യയും പോകുമ്പോൾ നാട്ടുകാർ കൂവും, പുറത്തിറങ്ങാൻ പറ്റില്ല. ചിലവന്മാരെ ചില കേസിൽ പിടിച്ചു, അഡ്രസ്സ് തന്നെ മാറി. അവൻ്റെ വീടല്ലേ. വീടിന് നാണക്കേടുണ്ടാക്കുന്ന സ്വഭാവം. ചിലർ തെറ്റും തെറിയും വിളിച്ചു പറയുക. ഭാര്യ മക്കൾ എന്നിട്ട് തുണി മുഖത്തിട്ടാണ് ജീവിക്കുന്നത്. നാവെടുത്ത തെറിയേ പറയുള്ളൂ. നാട്ടുകാർക്ക് പോലും കിടക്കപ്പുറതിയില്ല. ചിലർക്ക് ഭാര്യയെക്കുറിച്ചും മറ്റും അവളുടെ വീട്ടുകാരെയും കുറിച്ചും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ചിലർ സമൂഹത്തിൽ ഒരു മാന്യതയില്ലാത്ത പെരുമാറ്റം രീതി. വേറെ ചിലർ മറ്റുള്ളവരുടെ ഇടയിൽ ചെന്ന് വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. സ്വന്തമായിട്ടൊരു ബോധമില്ല. എന്തിന് മറ്റുള്ളവരെ കൊണ്ട് ചേവറപ്പിക്കുന്നത്? സ്വന്തം കുടുംബത്തിന് നാണക്കേടുണ്ടാക്കരുത്. കഴിവില്ലേ, അതനുസരിച്ച് നിന്നോളുക. ഞാനൊരു പള്ളിയിലിരിക്കുമ്പം ആ പള്ളിയിലെ 2 മക്കൾ പള്ളിയിൽ വരില്ല. ഞാൻ ചേട്ടാ നിങ്ങളെന്നാ പള്ളിയിൽ വരില്ലാത്ത? കൊള്ളാവുന്ന പിള്ളേരാണല്ലോ, എന്താ പള്ളിയിൽ വരാത്ത? നാണോ വെച്ചാൽ പള്ളിയിൽ വരാൻ? അതിൻ്റെ കാരണം വർഷങ്ങളായിട്ട് അപ്പൻ ആ പള്ളി കമ്മിറ്റിക്കാരനെ കിടന്ന് കാണിക്കാൻ കണ്ടിട്ടില്ലേ? ഓരോ പൊതുയോഗം നടത്തുമ്പോഴും അപ്പൻ്റെ മെക്കിട്ട് നാട്ടുകാർ കയറും, ഒരു ഉളുപ്പുമില്ല. അച്ഛന്മാരെ തെറി പറയുക,
ഇടവക്കാരോട് ദേഷ്യപ്പെടുക. മക്കൾക്ക് പള്ളിയിൽ വരാൻ നാണാണ്. അവർ പറഞ്ഞു അയാളുടെ കോപ്രാഞ്ചം കാണാനാണ് ഞങ്ങൾ പള്ളിയിൽ വരുന്നത്. ഓർക്കണം, എൻ്റെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും മുഖത്ത് തുണിയിടുന്ന ഒരു ജീവിതമാണ് എൻ്റെ അഹങ്കാരം കൊണ്ടുണ്ടാക്കുന്നതെങ്കിൽ കർത്തൃസന്നിധിയിലിരുന്ന് കരഞ്ഞോളണം. അതിനല്ല നമ്മളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, യോസേഫിന് എന്ത് ചെയ്യാമായിരുന്നു? അവൻ്റെ അഭിമാനം സംരക്ഷിക്കാമായിരുന്നു അല്ലേ? അവൻ നേരെ പള്ളിയിലേക്ക് വന്നിട്ട്, അച്ഛന്മാരെ നിങ്ങൾ എനിക്ക് സ്വീകരിക്കാൻ തന്ന പെണ്ണില്ലേ, ഞാൻ അറിഞ്ഞിട്ടില്ല അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അഭിമാനം സംരക്ഷിക്കാമായിരുന്നു. അവൻ അങ്ങനെയല്ല ചിന്തിച്ചത്. അവൻ എന്താ ചിന്തിച്ചതെന്നറിയോ? എനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കന്യക മറ്റുള്ളവരോടും പിന്നാണം കെടരുത്. അവിഹിത ബന്ധം. ചില ഭാര്യമാരുടെ കണ്ണീന്നൊഴുകുന്ന കണ്ണീരിന് വല്ല കണക്കുണ്ടോ? എന്താ കാരണം? ഭർത്താവ് പരസ്ത്രീകളുമായിട്ട് ബന്ധമാണ്, നാടും വീടും മുഴുവൻ പാട്ടാണ്. എങ്ങനെ ഒരു സ്ത്രീക്ക് സഹിക്കാൻ കഴിയും? എനിക്കൊന്ന് ആണുങ്ങൾക്ക് ഇത് ഒട്ടും മനസ്സിലാക്കാതെ കിടക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയെ വഞ്ചിച്ച്, ചതിച്ച്, അവിശ്വസ്തത കാണിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും പങ്കുവെക്കുമ്പം നമ്മുടെ ഭാര്യയുടെ അവസ്ഥ എന്താ? അത് മനസ്സിലാകണമെങ്കിൽ അവനവനിരുന്ന് ധ്യാനിക്കണം. എൻ്റെ ഭാര്യ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ അശുദ്ധ ജീവിതം നയിക്കുമ്പം എൻ്റെ അവസ്ഥ എന്താ? സഹിക്കുമോ? അങ്ങനത്തെ കുറേ ബോഷന്മാരുണ്ട് ഇപ്പോൾ ഭാര്യമാരെ കാഴ്ചവെക്കുന്നത്. നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരിക്കലും ഒരു പെങ്കൊച്ചു എന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്. അവൾ വന്നിട്ട് ഒന്നും പറയുന്നില്ല, വെറുതെ കരയുക. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, നീ കാര്യം പറ. അപ്പോൾ പറയാണ്, ഞാൻ വളരെ ചീത്തയാണ് അച്ഛാ. നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലോ. ഞാൻ വളരെ മോശമാണ് അച്ഛാ. എന്താ കാരണം? ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, ബിസിനസ്സിലൊരു പാർട്ട്ണറും ഉണ്ട്. ബിസിനസ്സിലൊരു പാർട്ട്ണറും ഉണ്ട്. ആ പാർട്ട്ണറാണ് എൻ്റെ ഭർത്താവിനേക്കാൾ കുറച്ചും കൂടെ കഴിവുള്ള ആൾ. പക്ഷേ എൻ്റെ ഭർത്താവ് അതിനേക്കാൾ വലിയ കുറുക്കനാണ്. ആ പാർട്ട്ണർ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭർത്താവ് വിദഗ്ധമായി വീട്ടിൽ നിന്ന് മാറും. എന്നിട്ട് മറ്റേയാൾ അനുവദിച്ചിരിക്കുകയാണ് എന്നെ ഉപയോഗിച്ചു കൊള്ളാൻ. ചില അവസ്ഥകളിൽ ഞാൻ നിസ്സഹായി പോവുകയാണ്. സ്ഥാപനത്തെ മാത്രം നോക്കി എൻ്റെ ഭർത്താവ് ജീവിക്കുന്നു. എനിക്കത് പൊളിച്ച് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ മൂടിക്കെട്ടി പറഞ്ഞത്. ഇവളെ ഇവിടെ കാഴ്ചവെച്ചിട്ട് അവൻ അവിടെ ചില അടിവലി നടത്തുകയാണ്. ഈ പെണ്ണ് നെഞ്ചുരുക്കി പറയും, ആകെ ഒരു കൊച്ചാച്ച ഉള്ളൂ, എന്തിനെങ്ങനെ ഉണ്ടാക്കുന്നത്? അപ്പം ഞാൻ ചോദിച്ചു, നിനക്കെന്നാ രക്ഷപ്പെട്ടുകൂടെ? അച്ഛാ, രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഒരു വലയിൽ ഞാൻ കുടുങ്ങി കിടക്കുക. എനിക്ക് പേടി ഇപ്പം അതല്ല. ഇവർ വേറൊരു സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 3-4 പേര് പാർട്ട്ണർഷിപ്പ് കൂടി തുടങ്ങിയതാണ്. നാളെ എൻ്റെ അവസ്ഥയോർത്ത് എനിക്ക് പേടിയാണ്. ചില ഭർത്താക്കന്മാർ ഒരുപക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഇരിക്കുന്നുണ്ടാവില്ല. നിങ്ങളൊരു പക്ഷെ വായിച്ച് കാണും, ഈ കേരളത്തിൻ്റെ തന്നെ ചില ഭാഗത്ത് കീ ചെയിൻ വെച്ച് ഭാര്യമാർ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തെടുക്കുന്നത്. അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട ഒരു സ്ത്രീ ഒരു വലിയ ശുശ്രൂഷയുടെ നടുവിൽ വലിയ സാക്ഷ്യം വിളിച്ചു പറഞ്ഞു, ഞാൻ ഇതുപോലെ വലിയ കഠിന പാപത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ഓർക്കണം, അവൻ കുടുംബത്തിൻ്റെ പുരോഹിതനാണ്. ആരാ കുടുംബനാഥൻ? ആരാ? പുരോഹിതൻ. എന്താ ഈ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ? പുരോഭാഗത്ത് നിൽക്കുന്നവൻ എന്ന് വെച്ചാൽ മുമ്പിൽ നിൽക്കുന്നവൻ. പുരോഹിതൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ തലക്കകത്തേക്ക് വരും, പുരോഹിതൻ ബലിയർപ്പിക്കുന്നവൻ, ബലിയായി മാറുന്നവനാണ്. കുടുംബനാഥൻ കുടുംബത്തിന് വേണ്ടി ബലിയാകേണ്ടവനാണ്. മക്കൾക്ക് വേണ്ടി ബലിയാകേണ്ടവനാണ്. ചിലരുടെ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, സുഖിക്കുക. ഭാര്യ സുഖിക്കാനുള്ള യന്ത്രം, ഭാര്യ വീട്ടുകാർ സുഖിപ്പിക്കാനുള്ള ചില സാധനങ്ങൾ അല്ല. ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ഒരു കുടുംബത്തിൻ്റെ നെടുംതൂണായിട്ടാണ്. Body